ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്ലൗസ് കട്ടിങ് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയയുടെ തേർഡ് പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. തേർഡ് പാർട്ടായിട്ട് കുറച്ചായിട്ട് ടൈമിനുള്ളിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഒന്നിച്ചായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടും. പക്ഷെ നമുക്കത് കട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് 1 മിനിറ്റൊക്കെ ധാരാളം മതി. ഒരു തുണി 2ആയി ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് അത് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ മുന്നേ നമ്മൾക്ക് വ്യക്തിപരമായ രീതിയിൽ ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഒരു വ്യക്തിക്ക് അവനവൻ്റെ ആവശ്യത്തിന് എത്ര തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യണോ അത് ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിക്കാണ് നമ്മളത് ചെയ്ത് കാണിക്കുന്നത്. എല്ലാ ടൈപ്പ് ബോഡി ലാംഗ്വേജിലുള്ള ആളുകൾക്കും, അതായത് വണ്ണം ഉള്ളവർക്കും വണ്ണം കുറഞ്ഞവർക്കും ഉയരം കൂടിയവർക്കും ഉയരം കുറഞ്ഞവർക്കും ഒക്കെ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ ടൈപ്പ് ബോഡി ലാംഗ്വേജിലും ഉപയോഗിക്കാൻ പറ്റാവുന്ന എല്ലാ ടിപ്സും നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി സ്ലീവാണ് ഇന്നത്തെ ഭാഗം കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് പാർട്ട് സെക്കൻഡ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലൗസിൻ്റെ ബാൻഡ് കട്ടിങ് അത് 3ാമത്തെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് 4th പാർട്ടാണ് കേട്ടോ. സോറി ഫ്രണ്ട്സ്, ഇത് 4th പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ് ചാലഞ്ചിൻ്റെ 4ാമത്തെ പാർട്ടിലേക്ക് സ്വാഗതമാണ്. അപ്പോൾ എല്ലാവർക്കും സ്ലീവ് എന്തെല്ലാം ഡൗട്ട്സ് ഉണ്ടോ അതെല്ലാം ഇതിനകത്ത് പറയുന്നതാണ് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ പറയുമ്പോഴനുസരിച്ച് ഒപ്പം തന്നെ മറ്റ് ബോഡി ലാംഗ്വേജുകൾക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന എല്ലാ ഐഡിയാസും ടിപ്സും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ലീവ് സംബന്ധിച്ചുള്ള എല്ലാ ഡൗട്ട്സും ഇതിനകത്ത് മാറുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പോൾ ഒരു കുഞ്ഞ് ലൈക്ക് തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയ വീഡിയോ ആണ്, അതുകൊണ്ട് ഉറപ്പായിട്ടൊരു ലൈക്ക് തരാൻ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അളവ് ബ്ലൗസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ആദ്യമേ പറയട്ടെ, നമുക്ക് മാത്രമല്ല ഇത് ചെയ്യാൻ പറ്റുക. ഇത് നിങ്ങൾക്ക് ഔട്ട്സൈഡേഴ്സിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ സ്ഥിരം കസ്റ്റമേഴ്സിന് ഈ ഒരു സംഭവം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥിരം കസ്റ്റമറിനെ പെട്ടെന്ന് ഡ്രസ്സ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെയധികം യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയും ചെയ്ത് വയ്ക്കാം, നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ 2 രീതിയിൽ നമുക്കത് ഗുണമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം, വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെയാണ് നമ്മൾ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെയാണ് നമ്മൾ ഇനി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫ്രണ്ട് പാർട്ടിൽ കുഴിച്ച് കിട്ടുന്നത് കൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ 2ആയിട്ട് ഫോൾഡ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒറ്റ പീസിൽ തന്നെ നമ്മളത് കാണിച്ചു തന്നേനെ. അപ്പോൾ ഇത് അതൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട്, നമുക്ക് എത്ര കുറവ് തുണിയുണ്ടെങ്കിലും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. വീതി കുറവുള്ള ടൈപ്പും വരുന്നുണ്ട്, വീതി കൂടുതലുള്ള ടൈപ്പും വരുന്നുണ്ട്. അപ്പോൾ 17 ഇഞ്ചിൻ്റെ തുണിയും വരുന്നുണ്ട്, 19.5 ഇഞ്ച് വരെയുള്ള തുണിയും വരുന്നുണ്ട്. അപ്പോൾ ആ 2 ടൈപ്പ് തുണിയിൽ നമുക്ക് ഇത് സ്ലീവ് അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടാൻ പറ്റാവുന്ന ഒരു പരിപാടിയാണ് കൂടിയാണിത് കേട്ടോ. അപ്പോൾ തുണി തികയില്ല എന്ന് തോന്നുന്നവർക്ക് ഈ ഒരു ഐഡിയ സ്ലീവിന് മാത്രം ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ടിപ്പും കൂടി വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നൊരു കാര്യം പറഞ്ഞതാണ് കേട്ടോ. ചിലവർക്ക് സ്ലീവ് കിട്ടില്ല, തടം കൂടുതലും കൈവണ്ണം ബോഡി വണ്ണത്തിനേക്കാട്ടിലും ബോഡി പാർട്സിൻ്റെ ബസ് സൈസിനേക്കാളും കൂടുതൽ ചിലർക്ക് കൈക്ക് ഭയങ്കര വണ്ണം കൂടുതലുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ചിലർക്ക് ഈ 17 ഇഞ്ചിൻ്റെ തടമുള്ള തുണിയിൽ നമുക്ക് സ്ലീവ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പേപ്പറിൽ വരച്ച് വെച്ച ശേഷം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വളരെ യൂസ്ഫുള്ളായി സൈഡിൽ നമുക്ക് എടുക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. പിന്നെ മാത്രമല്ല, ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് ഏപ്പ് വെച്ച് ചെയ്യേണ്ടി വരും. ചിലവർക്ക് നല്ല വണ്ണം കേൾക്കുന്ന ആളുകൾക്ക് നല്ല വണ്ണം ഉണ്ടോ, കൈക്ക് നല്ല വണ്ണം ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പാർട്ടിലേക്ക് കുറച്ച് 4 ഭാഗത്തേക്ക് ഇതേപോലെ ഈ ഒരു പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്, ഒരു സ്ലീവിന് തന്നെ 2 പാർട്ടായിട്ട് വരും. അതേപോലെ 2ാമത്തെ സ്ലീവ് വരുമ്പോൾ 4 പാർട്ട് വരും. അപ്പോൾ അതിലേക്ക് ഈ ഒരു സൈഡ് ഭാഗത്ത് ജോയിൻറ്റ് വരുന്ന രീതി വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇങ്ങനെ ഒരു പേപ്പർ കട്ടിങ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഔട്ട്സൈഡേഴ്സിന് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അവനവന് സ്റ്റിച്ച് ചെയ്യാൻ വണ്ണം കൂടുതൽ, സ്ലീവിന് വണ്ണം കൂടുതലുള്ളവർക്ക് അത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കാൻ എളുപ്പമാണ്. വണ്ണം കുറഞ്ഞവർക്കൊന്നും അങ്ങനെ അത്ര വലിയ ബുദ്ധിമുട്ട് വരില്ല, കൃത്യമായി തന്നെ ചെയ്യാവുന്ന കിട്ടുന്നതാണ്. തുണി 17 ഇഞ്ചിൻ്റെ തടമുള്ള തുണിയിലും കിട്ടും. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തു. അപ്പോൾ നിങ്ങളുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുക, നീളം എടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തു, അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് ആഡ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇത്രയാണ് അളവ് വന്നത്. അപ്പോൾ നമ്മളിവിടെ പോയിൻ്റ് ഇട്ട് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഈ 1.5 ഇഞ്ച് ആഡ് ചെയ്തത് എന്നിട്ട് അതായത് നമ്മുടെ ഈ ഒരു സ്ലീവിന് ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിനാണെങ്കിലാണ് 1.5 ഇഞ്ച് എടുക്കുന്നത്. ഓക്കെ, ലൈനിങ് ഉള്ളതാണ് നിങ്ങൾ തയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1.5 ഇഞ്ച് എടുക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് എടുക്കാം. 1/2 ഇഞ്ച് എടുത്ത് 1/2 ഇഞ്ച് നമുക്ക് അതിനകത്തൊന്ന് കുറയ്ക്കാം. ഓക്കെ,
നമുക്ക് 1.5 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ചാക്കാം കേട്ടോ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 1/2 ഇഞ്ച് തയ്ച്ച് മറക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ഭാഗം വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് തയ്ച്ച് മറക്കുകയാണ് വരുന്നത്. അല്ലാത്തത് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഹെമ്മിങ് ചെയ്യാനുള്ളതാണ്. ആ രീതിക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ടോട്ടലി 1.5 ഇഞ്ച് ആഡ് ചെയ്തത്. നമ്മുടെ സ്ലീവിൻ്റെ ഇറക്കത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്യുന്നത്. 1/2 ഇഞ്ച് ഇവിടെ മുകൾ ഭാഗം ഈ ഒരു ഭാഗം ജോയിൻ ചെയ്യാനും ഇവിടെ 1 ഇഞ്ച് ഈ ഒരു ഭാഗം മടക്കി ഇതുപോലെ തയ്ക്കാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈനിങ് ആകുമ്പോൾ നമ്മളിവിടെ തയ്ച്ച ശേഷം മടക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഈ ഭാഗം നമുക്ക് അവിടെ ഇതുപോലെ മടക്കി വെക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ച് അവിടെ കുറയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്ലീവിൻ്റെ ഇവിടുത്തെ വണ്ണം, തുമ്പ് ഭാഗത്തെ വണ്ണം, അപ്പം നമുക്ക് 5.5 വന്നിരിക്കുന്നത്. നിങ്ങളുടെ എത്രയാണോ അതെടുക്കുക. അപ്പം നമ്മുടെ വന്നിരിക്കുന്നത് 5.5. ആ പോയിന്റ് നമ്മൾ എടുക്കട്ടെ. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ 6.5 വരും. ഓക്കെ, നമുക്ക് 5.5 ആയിരുന്നു സ്ലീവിൻ്റെ തുമ്പുകോണൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഔട്ടറിൽ നമ്മൾ 2 ഇഞ്ചാണ് ആഡ് ചെയ്യണത്. നമ്മൾക്ക് കറക്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ സ്ലീവിൻ്റെ തുമ്പുകോണം നമുക്ക് 5.5 ആയിരുന്നു വന്നിട്ടുള്ളത്. നിങ്ങളുടെ എത്രയാണോ അതെടുക്കുക. പ്ലസ് അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ 2 ഇഞ്ച് ആഡ് ചെയ്തേക്കുള്ള അളവ്. അപ്പോൾ നമ്മൾ ഇത് വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ അളവ്. അതിന് ശേഷം നമ്മൾ ഇത് വരച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിനുശേഷം ഇതാ ഇവിടെ നിന്ന് ഔട്ടറിലേക്ക് ഇങ്ങനത്തിലേക്ക് ഒന്ന് വരയ്ക്കണം. അതിനുശേഷം ഇത് ഇങ്ങോട്ടേക്ക് സ്ലീവ് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ഇനി എടുക്കുന്നത് ക്യാപ്പ് ഹൈറ്റ് ആണ്. നമ്മൾ തയ്ച്ച ഈ ബ്ലൗസിന് എത്രയാണ് എടുത്തിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് സ്ക്വയർ ജസ്റ്റ് ഇതിങ്ങനെ ഒരു ചോക്ക് വെച്ച് വരയ്ക്കാം. ഇതിങ്ങനെ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ സ്ക്വയർ വരച്ചു. ഇതുപോലത്തോട്ട് സ്ക്വയർ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ഈ വരുന്ന ഒരളവ്. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്വയർ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള അളവ് എടുക്കാം. ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള അളവ് എടുത്തേപ്പോൾ തേണ്ടോ. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അളവ് ഇതാ, ഈ ഒരു അളവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് വന്നിരിക്കുന്നത് ആ അളവാണ് ക്യാപ്പ് ഹൈറ്റായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ 2.25 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ലീവിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വെച്ചിട്ട് നമ്മുടെ അതേ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. 2.25 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വന്നത് ഇവിടെ നിന്ന് 2.25 ക്യാപ്പ് ഹൈറ്റായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ബ്ലൗസിന്. നിങ്ങളുടെ ബ്ലൗസിൻ്റെ എത്രയാണോ ക്യാപ്പ് ഹൈറ്റായിട്ട് വന്നിരിക്കുന്നത് അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചു തന്ന ഈ ഐഡിയ പ്രകാരം നിങ്ങൾ ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ ഒരു വരയുണ്ടല്ലോ അത് താഴത്തേക്ക് നമുക്ക് ഡ്രോ ചെയ്തിടാം. ഓക്കെ, തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയണേ. ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ആളുകളൊന്നും എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊന്നും ഇങ്ങനെ ഇരുന്ന് ചെയ്തൊന്നും ഇരിക്കില്ല. പക്ഷേ ഇത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൂടുതലായിട്ട് പറയണതിൻ്റെ കാരണം ഇത് എങ്ങനെയാണ് വന്നതെന്നും തുടക്കക്കാർക്ക് ഇനി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് പറഞ്ഞു തരുന്നത് കേട്ടോ. നമ്മൾ പിന്നെ കുറേ സ്ലീവുകൾ കട്ട് ചെയ്തതിൽ ഇതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല, ഇങ്ങനെയൊന്നും വരച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആകുമ്പോൾ നമ്മൾ ആ രീതിയിൽ ചെയ്യും. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തു വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വര ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആ ഇറക്കം എത്രയാണെന്ന് നോക്കേണ്ടതുണ്ട്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഇറക്കം നോക്കൂ. ഇവിടെ തൊട്ട് കേട്ടോ ഇങ്ങനെ വയ്ക്കുക. ബ്ലൗസിന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചാൽ മതി. അപ്പോൾ കറക്റ്റുള്ള ആ ഒരു അളവ് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് 6.5 വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വന്നിരിക്കുന്നത് അത് ആ അളവ് നിങ്ങൾ എടുക്കേണ്ടതാണ് കേട്ടോ. നമുക്ക് വന്നിരിക്കുന്ന അളവ് നമ്മൾ എടുക്കുകയാണ്. നമുക്ക് വന്നിരിക്കുന്ന അളവ് 6.5 പ്ലസ് ഇനി അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പായിട്ട് നമ്മൾ 1.5 ഇഞ്ചാണ്. നിങ്ങൾക്ക് 1 ഇഞ്ച് ഇടുന്നവർക്ക് 1 ഇഞ്ച് തന്നെ എടുക്കാം. 1.25 ഇടുന്നവർക്ക് 1.25 എടുക്കാം. നമ്മൾ 1.5 ഇഞ്ചിന് എടുക്കുന്നത്. 1.5 ഇഞ്ച് എടുക്കുമ്പോൾ നമുക്ക് ഇവിടം വരെയാണ് പോയിന്റ് വന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു ചെരിഞ്ഞ അളവ് എത്രയാണെന്ന് നമുക്ക് നമ്മുടെ തയ്ച്ച ബ്ലൗസിൽ എടുക്കേണ്ടതുണ്ട്. അത് ഇങ്ങനെ വെച്ചിട്ട് എടുക്കാം.
തിയറി പ്രകാരം വേറെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പ്രാക്ടിക്കലായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന അളവെടുത്ത് ചെയ്യുന്ന രീതിക്കാണ് നമ്മളിത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു സൈഡോട്ട് നമ്മളിങ്ങനെ 1/2 ഇഞ്ച് 1 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ നീക്കി വെച്ചിട്ട് എടുക്കുക. ഒരുപാട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിന്റ് തെറ്റും. അതുകൊണ്ട് നമ്മൾ ചെറിയ അളവിൽ 1/2 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ നീക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഫുള്ളായിട്ട് നിങ്ങളുടെ എടുക്കാം. അപ്പോൾ നമുക്ക് 7.5 ഇഞ്ചും 1 പോയിന്റും ആണ് നമുക്ക് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചെരിഞ്ഞ അളവ് ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഇതിലേക്ക് ആക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ 7 ഇഞ്ച് 1 പോയിന്റ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെയാണ് അളവ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ആ ഒരു പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മളിവിടെ ഇട്ടു. ഇതാണ് പിന്നെ നമുക്ക് കിട്ടിയ അളവ്. ഓക്കെ, ഈ അളവിനെ നമ്മൾ അപ്പം നമ്മുടെ പോയിന്റ് വന്നത് ഇതായിരുന്നു നമുക്ക് പോയിൻ്റായിട്ട് വന്നത് ചെരിഞ്ഞുള്ള അളവിന്. അപ്പോൾ അത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതിലേക്ക് നമുക്ക് ചേർക്കാം, ഇങ്ങനെ യോജിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ അതങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഇതിൻ്റെ പകുതി എടുക്കണം. പകുതി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യൊന്നും വേണ്ട. അതിനുള്ള എളുപ്പപ്പണി സൂത്രപ്പണി പറഞ്ഞുതരാം. ഇതിങ്ങനെ ജസ്റ്റ് ടേപ്പ് വയ്ക്കുക. ടേപ്പ് വെച്ചിട്ടുണ്ടല്ലോ, ഇനി ആ ടേപ്പിനെ നമുക്ക് കറക്റ്റ് പോയിന്റിൽ നമ്മൾ വരച്ച് വയ്ക്കുക. എന്നിട്ട് ടേപ്പിന് നടുമടക്കം ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഫോൾഡ് ചെയ്ത ശേഷം ആ പോയിന്റ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു പോയിന്റിൽ വരയ്ക്കാം. ഓക്കെ, വീണ്ടും എഗെയിൻ ഇപ്പോൾ ഒരു പ്രാവശ്യം ടേപ്പ് മടക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി എഗെയിൻ നമ്മൾ ഈ 2ആയി ഫോൾഡ് ചെയ്തതിനെ വീണ്ടും എഗെയിൻ ഒരു പ്രാവശ്യം കൂടി നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് ഒന്നും കൂടി നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തു. ഇങ്ങനെ ഫോൾഡ് ചെയ്തപ്പോൾ എത്രയാണോ അളവ് വന്നത് അവിടെയും ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ടേപ്പ് വെച്ച് വരയ്ക്കുക. ജസ്റ്റ് 2ആം പ്രാവശ്യം കൂടി ഒന്നുകൂടി ഫോൾഡ് ചെയ്തു. ഓക്കെ, കൂടെ 4ആയിട്ടാണ് ഫോൾഡ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ അളവും നമുക്ക് പകുതി കണ്ടു. അപ്പോൾ നമ്മൾക്കത് അളവെടുക്കാനായിട്ട് നിൽക്കേണ്ട. ആദ്യത്തെ സെൻറ്റർ ഇവിടെ ആയിരുന്നു. പിന്നെ അതിൻ്റെ അഗെയിൻ സെൻറ്റർ എടുത്തപ്പോൾ നമുക്ക് ഇതിവിടെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ഇതിനകത്ത് നിന്ന് 1/4 ഇഞ്ച് താഴത്തേക്ക് ഒരു ഡ്രോ ചെയ്യണം. മനസ്സിലായോ? 1/4 ഇഞ്ച് ഇവിടേക്ക് 1/4 ഇഞ്ച് ഇങ്ങനെ ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് 1/4 ഇഞ്ച് എടുത്ത് 2ൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെയിലും അതുപോലെ നിങ്ങൾക്ക് വന്നതിൻ്റെ ചെരിഞ്ഞുള്ള അളവ് എത്രയാണോ വന്നിരിക്കുന്നത് അതിൻ്റെ സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. ആ സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്ത് അഗെയിൻ ഒന്നും കൂടി സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴേക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിരിക്കുന്ന ഈ ഒരു വരയുടെ താഴേക്ക് നമുക്കൊരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്താം. അതിനുശേഷം ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ചോളം ഒരു ഏതാണ്ട് പകുതിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് 1/2 ഇഞ്ചോളം നമ്മൾക്ക് ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ 1/4 ഇഞ്ചാണ് താഴത്തേക്ക് ഡ്രോ ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ 1/2 ഇഞ്ചിൻ്റെ ഹൈറ്റാണ് നമ്മൾ ഇവിടെ ഡ്രോ ചെയ്തത്. ഓക്കെ, വരച്ച് വെച്ചത്. ഓക്കെ, 1/2 ഇഞ്ചിൻ്റെ അടുത്തുണ്ട്, 1/4 ഇഞ്ചിനേക്കാളും മുകളിലേക്ക്. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്താൽ എന്നിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഇനി നമുക്കിത് ഡാർക്കൻ ചെയ്ത് വരയ്ക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇത് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇതിങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട് അല്ലാത്ത ബാക്ക് പാർട്ടിൻ്റെ സ്ലീവിൻ്റെ ബാക്ക് പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് വരയ്ക്കേണ്ട ഷേപ്പാണ് ഇനി നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി അത് ഡാർക്കൻ ചെയ്ത് വരയ്ക്കാം. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ശരിക്കും സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിനുള്ള അളവുകൾ എടുത്തിട്ട് ഓരോ വ്യക്തിക്ക് അനുസരിച്ച് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇവിടെയുള്ള ക്യാപ്പ് ഹൈറ്റ് എങ്ങനെയാണോ നിങ്ങളുടെ ബ്ലൗസിൻ്റെ അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. പിന്നെ ലൈനിങ് ഉള്ളതിനും ലൈനിങ് ഇല്ലാത്തതിനും നമ്മൾ കുറച്ച് മുമ്പ് ആ ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് സീം അലവൻസ് 1.5 ഇഞ്ച് എടുക്കാം. നിങ്ങൾക്ക് 1.5 1.25 ഒന്നോ നിങ്ങൾ എടുക്കാറെന്ന് വെച്ചാൽ തയ്യൽ തുമ്പായിട്ട് എടുക്കേണ്ടത് നിങ്ങൾക്ക് എത്രയാണോ അത്ര നിങ്ങൾ എടുക്കുക. ഞാനിവിടെ 1.5 കൊടുക്കുന്നത്. അപ്പോൾ 1.5 തന്നെ എടുത്തിരിക്കുന്നു. ബ്ലൗസിൻ്റെ മെയിൻ പാർട്ടിലും ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലും നമ്മൾ 1.5 കൊടുത്തു. അതുകൊണ്ട് നമ്മൾ 1.5 കൊടുക്കുന്നത്. ചിലവർ 1 ഇഞ്ച് ഇട്ടിട്ട് ചെയ്യുന്നവരുണ്ട്, 1.25 ഇട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. അപ്പോൾ ഇത് പ്രകാരം 1.5 വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു പോയിന്റ് നമ്മുടെ സ്ലീവിൻ്റെ തുമ്പുവണ്ണത്തിലേക്ക് യോജിപ്പിക്കാം.
ഓക്കെ, ഈ ഒരു പോയിന്റ് സ്ലീവിന് തുമ്പുകോണത്തിലേക്ക്, ഇത് ഔട്ടറിലേക്ക് യോജിപ്പിക്കാം. ഓക്കെ, ഇത് ഔട്ടറിലേക്ക് നമ്മൾ യോജിപ്പിക്കാം തയ്യൽ തുമ്പുന്നതിലേക്ക്. ഓക്കെ, അപ്പം നമ്മുടെ സ്ലീവിൻ്റെ ഡ്രോ ചെയ്യൽ കഴിഞ്ഞിട്ട് ഇനി നമ്മളത് കട്ട് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാണ്. ഇത് നമുക്ക് പെർഫെക്റ്റ് സ്ലീവാണ് കിട്ടുന്നത് കേട്ടോ ഫ്രണ്ട്സ്. നമുക്ക് ഓരോ വ്യക്തിയുടെയും ഡ്രസ്സിനനുസരിച്ച് അതേ പെർഫെക്റ്റ് സ്ലീവാണ് നമുക്ക് കസ്റ്റമർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് തുണി തികയില്ലാത്ത പോലത്തെ കൈ മാത്രം വണ്ണം കൂടുതലുള്ളവർക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതും തടില്ലാത്ത തുണിയിലാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഏപ്പ് വയ്ക്കേണ്ട ഭാഗത്ത് ചെയ്യാൻ, ആ തടില്ലാത്ത തുണിയാണെങ്കിൽ അത് ചെയ്യാൻ ഇത് നമുക്ക് കംഫർട്ടബിളാണ്. ഈ ഒരു ഐഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്വന്തം ഡ്രസ്സ് തയ്ക്കുകയാണെങ്കിലും ഫാസ്റ്റായിട്ട് ചെയ്യാൻ എളുപ്പമാണ്. സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കാൻ ഈ ഒരു ഐഡിയ ഫാസ്റ്റാണ്. ബിഗിനേഴ്സ് ആയവർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഐഡിയ ആയിട്ട് കിട്ടും ഇതിനകത്തുനിന്ന്. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ആകുമ്പോൾ മാത്രം കുഴിച്ച് വെട്ടുമ്പോൾ നമ്മൾ സ്ലീവ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ 4 ഇഞ്ച് താഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പോയിന്റിലൂടെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കറക്റ്റ് സെൻറ്ററിൻ്റെ മുകളിലോട്ടാണല്ലോ കയറി വന്നത്. അങ്ങനെ ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു പൊക്കത്തിലാണല്ലോ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ കയറി ചെയ്ത് വന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മളിതിങ്ങനെ ചെയ്യും. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിലുള്ള എന്ത് കിട്ടുന്നത് സ്ലീവ് കിട്ടും. നമ്മളിത് ഇങ്ങനെ ചെയ്ത ശേഷം നമുക്ക് കുഴിച്ച് വെട്ടിയ ഭാഗം അറിയാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു 2 വര വരച്ചു കൊടുക്കാം. ഇത് കുഴിച്ച് വെട്ടിയ ഭാഗം അറിയാനായിട്ട് ഇതിപ്പോൾ ഒരു സ്ലീവിൻ്റെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്ക് ഭാഗത്തേക്ക് വരുന്നത് കുഴിച്ച് വെട്ടുന്ന ഭാഗത്തേക്ക്, ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ 2 സ്ലീവാണ് വെക്കേണ്ടത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തിയ പോലെ അപ്പുറത്തെ ഭാഗത്ത് രണ്ടാമത്തെ ഇതേപോലത്തെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗത്തും ഇതേപോലെ നമ്മൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വരച്ചിടാം. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ഈ ഒരു ഭാഗത്തും ഇതുപോലെ 2 വര വരച്ചിടുക. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇങ്ങനെ 1/4 ഇഞ്ച് വെച്ച് തയ്ച്ച് വീണ്ടും അഗെയിൻ ഒരു 3/4 ഇഞ്ചിൽ നമുക്ക് തയ്ക്കുക, ഒരു കാണി വലുതാക്കി തയ്ക്കുക. അതിന് ശേഷം നമ്മൾ തുന്നാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു പോയിന്റ് അതേപോലെ നമുക്ക് രണ്ടാമത്തെ സ്ലീവിൻ്റെ ഇതേപോലെ ഇങ്ങോട്ടേക്ക് എടുക്കുക, രണ്ടാമത്തെ സ്ലീവിൻ്റെ കേട്ടോ. എന്നിട്ട് എടുത്തിട്ട് ഈ ഒരു ഭാഗത്തും ഇതേപോലെ 2 വര വരച്ചിടുക. അപ്പോൾ ആ ഭാഗത്തു നിന്നാണ് നമ്മൾ ഫോൾഡ് ചെയ്യണേന്ന് അറിയാനുള്ള ഒരു ഐഡിയയാണ്, ട്രിക്കാണ്. വശം തെറ്റിപ്പോകാൻ പാടില്ല. കുഴിച്ച് വെട്ടുന്ന ബ്ലൗസിൻ്റെ കസ്റ്റമർക്കൊന്നും വശം തെറ്റിപ്പോയ ബ്ലൗസ് ആകെ കംപ്ലയിൻറ്റ് വരും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു അടയാളം ഉറപ്പായിട്ടിടുക. ഇത് 2 വര വരച്ചിടുക. കുഴിച്ച് വെട്ടുന്ന ഭാഗമാണെങ്കിൽ മറ്റേ രണ്ടാമത്തെ പാട്ടിലും ഇതേപോലെ ഈ ഒരു സൈഡിലിതാക്കാം. ഉൾവശമാണ് നല്ല വശം വരിക ബ്ലൗസിൻ്റെ. ഓക്കെ, ഉൾവശമാണ് നല്ല വശം വരുന്നത്. പൊട്ട വശമാണ് നമ്മൾ ഡ്രോ ചെയ്ത വശമാണ്, അവിടെയാണ് നമ്മളിതിങ്ങനെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഇതേപോലെ വരച്ചിടും. അതിനുശേഷം നമ്മൾ മടക്കി അടിക്കാനുള്ള ഭാഗത്ത് ഈ ഭാഗത്ത് ഇതുപോലെ 2 വര വരച്ചിടും. അതേപോലെ രണ്ടാമത്തെ പീസിൻ്റെ ഇതേപോലെ ഇങ്ങനെ മറിച്ചിട്ട് ഇതേ സൈഡിലും ഇതേപോലെ വരച്ചിടും. ബ്ലൗസ് കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ബ്ലൗസ് ഇട്ട് കാണിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. തയ്ച്ച ബ്ലൗസ് ഇട്ട് കാണിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുള്ള ഷോർട്സിൽ നമ്മൾ ആ ബ്ലൗസ് ഇട്ടിട്ട് വേറൊരു സാരി ഡ്രോ ചെയ്തിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കട്ടിങ് അളവെടുക്കുന്നതും കാണിച്ചിട്ടുണ്ട് ആ ബ്ലൗസിൻ്റെ. അതുപോലെ തന്നെ കട്ടിങ്ങും കാണിച്ചിട്ടുണ്ട് ആ വീഡിയോയുടെ തന്നെ, ആ ബ്ലൗസിൻ്റെ തന്നെ സ്റ്റിച്ചിങ്ങും കാണിച്ചിട്ടുണ്ട്. ആ ബ്ലൗസ് തന്നെ ഇട്ടിട്ടും കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കും, ചാനലുണ്ട്, എല്ലാതും ചാനലുണ്ട്. ഷോർട്സിലും ഉണ്ട് കേട്ടോ. ആ ബ്ലൗസ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു ഫോട്ടോ ആണ് അതിനകത്തുള്ളത്. ഒരു ബ്ലൂ കളറിലുള്ള ഒരു ബ്ലൗസാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ആ ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഹെമ്മിങ്ങും ഉണ്ട് കേട്ടോ. സോറി ഫ്രണ്ട്സ്, അതിൽ ഹുക്ക് വെക്കുന്നതും അതിൻ്റെ ഈ സൈഡൊക്കെ എങ്ങനെ തുന്നണമെന്നും പിന്നെ കഴുത്തിൻ്റെ ഭാഗം നെക്ക് ഹെമ്മിങ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുൾ പാർട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നത്. കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ്. അപ്പോൾ മാത്രമല്ല ചിലവർക്ക് ഈ ഭാഗത്തേക്ക് തുണി തികയാതെ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത്രയും പാർട്ട് ചിലവർക്ക് ഇട്ടാൽ മാത്രം, ചിലവർക്ക് മാത്രം ചിലപ്പോൾ ഇത്രയും പാർട്ട് ചിലപ്പോൾ അവർക്ക് തുണി ഇല്ലാണ്ട് വരും. അവരുടെ മെറ്റീരിയൽ 17 ഇഞ്ചിൻ്റെ തടമുള്ള തുണിയാണെങ്കിൽ കസ്റ്റമറിൻ്റെ സ്ലീവ് വണ്ണം കൂടുതൽ, കൈക്ക് വണ്ണം കൂടുതലുണ്ട്, ബോഡി പാർട്സിന് വണ്ണം കുറവാണ് എങ്കിൽ അവരുടെ സ്ലീവിന് ഇതേപോലെ 4 കഷ്ണം എക്സ്ട്രാ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു 1/4 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് കൂടി വെച്ചിട്ട് ഈ ഒരു അളവ് എടുത്തിട്ട് നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന ക്ലോത്ത് വെച്ചിട്ട് നമ്മളിവിടെ ജോയിൻ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട്.
അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു ഇരട്ടിപ്പണി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ നിന്ന് ഈ ഒരു സ്ലീവ് കട്ട് ചെയ്യും. എന്നിട്ട് ബ്ലൗസിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ബാക്കും ഫ്രണ്ടും അതുപോലെ ബാൻഡും നമ്മൾ അതിൽ നിന്ന് ഒരു ബാൻഡ് 2 ബാൻഡ് അതിൽ നിന്ന് കട്ടിയെടുക്കും. പിന്നെ ബാക്കി 4 ബാൻഡ് നമ്മൾ എക്സ്ട്രാ നമ്മുടെ നിന്ന് എടുത്ത് വയ്ക്കും. അപ്പോൾ ഉള്ളിൽ വയ്ക്കണ പീസ് ആകുമ്പോൾ നമുക്കത് പുറത്തേക്ക് ആൾക്കാർ കാണില്ല. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന 4 ബാൻഡ് നമ്മൾ ഇട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്ലീവിൽ നമുക്കിങ്ങനെ ഏപ്പ് വയ്ക്കുന്ന പണിയൊന്നും ചെയ്യാനായിട്ട് നിൽക്കേണ്ടി വരില്ല. ആ ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇങ്ങനെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ മാത്രമാണ് സ്ലീവിന് ഏപ്പ് വയ്ക്കാണ്ടിരിക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ സൈഡിൽ നിന്നാണ് എടുക്കുക. സാധാരണ സ്ലീവ് ഈ തെറ്റ് ഭാഗത്തു നിന്ന് എടുക്കുമ്പോൾ അത് നമ്മൾ നേരെ തിരിച്ച് ഇങ്ങനെ എടുക്കും. അങ്ങനെ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ തുണി വേറെ എക്സ്ട്രാ വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പണി വല്ല ലാഭം ഉണ്ടെന്ന് മാത്രം. അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളുണ്ട് ഇങ്ങനെ ചെയ്ത് വയ്ക്കുമ്പോൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സി യു. ലൈക്ക് അടിക്കാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ, സി യു.